ഹലോ എവരിവൺ, എല്ലാവർക്കും സ്പോക്കൺ ഹിന്ദിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മേര ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് സെൻറ്റൻസസും അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കാം. മേര എന്ന് പറഞ്ഞാൽ എൻ്റെ. അപ്പോൾ ഇവിടെ നമ്മൾ പുല്ലിംഗ് ഏകവചനാണെങ്കിൽ മേര എന്നും പുല്ലിംഗ് ബഹുവചനാണെങ്കിൽ മേരെ എന്നുമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ പുല്ലിംഗ് ബഹുവചന ആണെങ്കിൽ മാത്രമല്ല, നമ്മൾ പ്രായത്തിൽ മുതിർന്ന ആളുകളെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ബഹുമാനാർത്ഥവും നമ്മൾ മേരെ ഉപയോഗിക്കാറുണ്ട്. അതായത് മേരെ പിതാജി, മേരെ അധ്യാപക് എന്നൊക്കെ ആണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ സ്ത്രീലിംഗ് ഏകവചനാണെങ്കിൽ മേരി എന്നും സ്ത്രീലിംഗ് ബഹുവചനാണെങ്കിലും മേരി എന്ന് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. എൻ്റെ പേര് രാജു എന്നാണ്. ഇത് നമുക്കെങ്ങനെ എഴുതാം? എൻ്റെ മേര, പേര് നാം, രാജു ഹേ. ഹേ എന്ന് പറഞ്ഞാൽ ആണ്, ആകുന്നു എന്നൊക്കെയാണ് അർത്ഥം. എൻ്റെ പേര് രാജു എന്നാണ്. എൻ്റെ പേര് രാജു ആണ്. എൻ്റെ പേര് രാധ എന്നാണ്. ഇത് നമുക്കെങ്ങനെ എഴുതാം? എൻ്റെ പേര്, ഇവിടെ രാധ സ്ത്രീലിംഗാണ്, പക്ഷേ അതിനെ അനുസരിച്ചിട്ടല്ല നമ്മൾ ഇവിടെ മേര അല്ലെങ്കിൽ മേരി എന്ന് എഴുതേണ്ടത്. പേര്, അതായത് നാം. നാം പുല്ലിംഗ് ആണ്, അതുകൊണ്ട് നമ്മളിവിടെ മേര എന്ന് തന്നെയാണ് എഴുതേണ്ടത്. എൻ്റെ മേര നാം രാധ ഹേ. നമ്മൾ സ്ത്രീയാണ് പേര് പറയുന്നതെങ്കിലും മേരാ നാം എന്നുപയോഗിച്ച് തന്നെയാണ് പറയേണ്ടത്. മേരാ നാം രാധ ഹേ അല്ലെങ്കിൽ മേരാ നാം ഗീത ഹേ എന്ന് തന്നെയാണ് പറയേണ്ടത്. അടുത്തത് എൻ്റെ വീട് വളരെ ദൂരെയാണ്. ഇത് നമുക്കെങ്ങനെ എഴുതാം? ഇവിടെ വീട്, അതായത് ഘർ, ഘർ പുല്ലിംഗ് ആണ്, പുല്ലിംഗ് ഏകവചനാണ്. അപ്പോൾ നമ്മളിവിടെ എൻ്റെ എന്നുള്ളതിന് എങ്ങനെ എഴുതുക? മേര, മേര ഘർ. വളരെ ദൂരെയാണ് എന്നെങ്ങനെ എഴുതാം? ബഹുത് दूर है. मेरा घर बहुत दूर है. എൻ്റെ വീട് വളരെ ദൂരെയാണ്. അടുത്തത് എൻ്റെ അച്ഛൻ ജോലി ചെയ്യുകയാണ്. ഇത് നമുക്കെങ്ങനെ എഴുതാം? ഇവിടെ അച്ഛൻ, അച്ഛൻ എന്നുള്ളത് പുല്ലിംഗ് ആണ്, ഏകവചനാണ്, പക്ഷേ നമ്മളിവിടെ മേരെ എന്നാണ് എഴുതേണ്ടത്. കാരണം ബഹുമാനാർത്ഥം, അതായത് പ്രായത്തിൽ മുതിർന്ന ആളാണ്. അപ്പോൾ നമ്മൾ മേരെ എന്നാണ് എഴുതേണ്ടത്. മേരെ അച്ഛൻ, പിതാജി ജോലിക്ക് എന്താ പറയുന്നത്? കാം. മേരെ പിതാജി കാം कर रहे हैं. ഇവിടെ നമ്മൾ ബഹുവചനമാകുമ്പോഴാണ് ഹേയുടെ മുകളിൽ ഇങ്ങനെ ബിന്ദു ചേർക്കേണ്ടത്. പക്ഷേ ഇവിടെ അച്ഛൻ, അതായത് ബഹുമാനപൂർവ്വം അച്ഛൻ എന്ന വാക്ക് വന്നതുകൊണ്ട് മേരെ എന്ന് നമ്മൾ ചേർക്കുന്നു. ഇവിടെ ഹേയുടെ മുകളിൽ ബിന്ദുവും ചേർക്കുന്നു. മേരെ പിതാജി കാം കർ രഹേ ഹേ. ജോലിക്ക് എന്താണ് പറയുക? കാം. അടുത്തത് എൻ്റെ വീട് തിരുവനന്തപുരത്താണ്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? എൻ്റെ വീട്. അപ്പോൾ വീട് പുല്ലിംഗ് ഏകവചനമാണ് ഇവിടെ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? മേര, മേര ഘർ. വീടിന് ഘർ എന്നാണ് പറയുന്നത്. മേര ഘർ തിരുവനന്തപുരത്താണെന്നുള്ളത് തിരുവനന്തപുരം में है.
അടുത്തത് എൻ്റെ ഷർട്ട് വൃത്തിയുള്ളതാണ്. അപ്പോൾ ഷർട്ടിന് എന്താണ് പറയുക? കുർത്ത. കുർത്ത എന്നാണ് പറയുന്നത്. അപ്പോൾ കുർത്ത എന്ന വേർഡ് പുല്ലിംഗാണ്, ഏകവചനമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? മേരാ കുർത്ത. വൃത്തിയുള്ളതാണ് എന്നതിന് സാഫ് ഹെ. അപ്പോൾ എൻ്റെ, മേരാ, ഷർട്ടിന് കുർത്ത, സാഫ് ഹെ. എൻ്റെ ഷർട്ട് വൃത്തിയുള്ളതാണ്. മേരാ കുർത്ത സാഫ് ഹെ. അടുത്തത് എൻ്റെ അമ്മ ഭക്ഷണം ഉണ്ടാക്കുകയാണ്. ഇവിടെ അമ്മ എന്നുള്ളത് സ്ത്രീലിംഗ് ഏകവചനമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? അവിടെ മേരി എന്ന് എഴുതണം. മേരി മാ. ഭക്ഷണത്തിന് എന്താണ് പറയുക? ഖാന. മേരി മാ ഖാന ബനാ രഹി ഹൈ. എൻ്റെ അമ്മ ഭക്ഷണം ഉണ്ടാക്കുകയാണ്. മേരി മാ ഖാന ബനാ രഹി ഹൈ. അടുത്തത് എൻ്റെ മകൾ എഴുതുകയാണ്. അത് നമുക്കെങ്ങനെ പറയാം? മകൾ സ്ത്രീലിംഗ ഏകവചനമാണ്. അപ്പോൾ എൻ്റെ മകൾ എന്നുള്ളതിന് മേരി ബേട്ടി. മേരി ബേട്ടി. എഴുതുകയാണെന്നുള്ളതിന് ലിഖ് രഹി ഹൈ. ഇവിടെ ഒരു പുരുഷനാണ് പറയുന്നതെങ്കിലും മേരി മാ എന്ന് തന്നെയാണ് പറയേണ്ടത്. സ്ത്രീയാണ് പറയുന്നതെങ്കിലും മേരി മാ എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇവിടെ മാ സ്ത്രീലിംഗാണ്, അതുകൊണ്ട് മേരി എന്നാണ് നമ്മൾ പറയേണ്ടത്. അതേപോലെ ഇവിടെയും മേരി ബേട്ടി. ഇവിടെ പുരുഷനാണ് പറയുന്നതെങ്കിലും സ്ത്രീയാണ് പറയുന്നതെങ്കിലും മേരി എന്ന് തന്നെയാണ് പറയേണ്ടത്. മേരി ബേട്ടി ലിഖ് രഹി ഹൈ. എൻ്റെ മകൾ എഴുതുകയാണ്. അടുത്തത് എൻ്റെ സഹോദരി എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് പറയുക? മേരി ബഹൻ. മേരി ബഹൻ. പുരുഷനാണ് പറയുന്നതെങ്കിലും സ്ത്രീയാണ് പറയുന്നതെങ്കിലും മേരി ബഹൻ എന്ന് തന്നെയാണ് പറയുക. അതേപോലെ എൻ്റെ സഹോദരിമാർ. ഇവിടെ ബഹുവചനമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? മേരി ബഹനെ. മേരി ബഹനെ. എൻ്റെ സഹോദരൻ എന്നുള്ളതിന് മേരാ ഭായി. എൻ്റെ സഹോദരന്മാർ എന്നുള്ളതിന് മേരെ ഭായി. ഇവിടെ ഭായിയുടെ ബഹുവചനവും ഭായി എന്ന് തന്നെയാണ്. അപ്പോൾ മേരെ ഭായി. ഇവിടെ മേരെ എന്ന് വന്നത് ഇത് ബഹുവചനമായതുകൊണ്ടാണ്. അതേപോലെ എൻ്റെ പുസ്തകം. പുസ്തകം കിതാബ്. കിതാബ് എന്നുള്ളത് സ്ത്രീലിംഗമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? മേരി കിതാബ്. എൻ്റെ പുസ്തകങ്ങൾ എന്നുള്ളതിന് മേരി കിതാബേ. കിതാബിൻ്റെ ബഹുവചനമാണ് കിതാബേ. പിന്നെ എൻ്റെ മൊബൈലാണ് എന്ന് നമ്മൾ എങ്ങനെ പറയാം? ഇത് എന്നുള്ളതിന് യഹ്. എൻ്റെ മൊബൈലാണ്. ഇവിടെ മൊബൈൽ എന്നുള്ളത് പുല്ലിംഗ് ഏകവചനമാണ്. അപ്പോൾ നമ്മൾ എൻ്റെ എന്നുള്ളതിന് നമ്മൾ മേരാ. മേരാ മൊബൈൽ ഹേ. ഹേ എന്ന് പറഞ്ഞാൽ ആണ്. അതേപോലെ ഇത് എൻ്റെ കാറാണ്. നമുക്കെങ്ങനെ പറയാം? അപ്പോൾ കാർ എന്നുള്ളത് സ്ത്രീലിംഗാണ്. അപ്പോൾ നമ്മൾ ഇവിടെ മേരി എന്നാണ് പറയേണ്ടത്. യഹ്. ഇത് യഹ് മേരി कार है.
അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.